നവകേരള സദസ്സ് പുതിയ അനുഭവമെന്ന് ശ്രീകുമാരൻ തമ്പി. ജനങ്ങളുടെ ഇടയിലേക്ക് സർക്കാർ ഇറങ്ങിച്ചെല്ലുന്നത് പുതിയ അനുഭവമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. പ്രിയപ്പെട്ട കലാകാരൻ ചലച്ചിത്ര സംഘടനകളിലും മലയാളത്തിൽ കൈയൊപ്പ് ചാർത്തിയ ശ്രീകുമാരൻ തമ്പി സാർ നവകേരള സദസ്സ് നേരത്തെ തന്നെ എത്തി. നവകേരള സദസ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് നേരിട്ട് തന്നെ ആരായാം. സർക്കാരിൻ്റെ ഒരു പുതിയ സംരംഭമാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട് ജനങ്ങളുടെ മുന്നിലെത്തുന്നു, പൗരപ്രമുഖരോട് ആശയവിനിമയം നടത്തുന്നു, നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് ഈ നവകേരള സദസ്സിനെ മനസ്സിലാക്കുന്നത്? അല്ല, ഭരണത്തിൽ ഇരിക്കുന്ന പ്രധാന വ്യക്തികൾ, പ്രത്യേകിച്ച് മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുതിയ സംരംഭമാണ്, പുതിയ രീതിയാണ്. അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അത് അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ആളുകൾ പറയും. പക്ഷേ അതൊരു നല്ല ആശയമാണ്, ആശയത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഈ കലാകാരൻ എന്ന നിലയിൽ അങ്ങ് ഈ പരിപാടി ക്ഷണിച്ചപ്പോൾ എത്തി. പക്ഷേ സമസ്ത മേഖലയിലെ ജനങ്ങൾ പങ്കെടുക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ആഗ്രഹം. പക്ഷേ എന്തുകൊണ്ടോ കക്ഷി രാഷ്ട്രീയമല്ല പറയുന്നത്, പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുന്നുണ്ട്. അതായത് വികസന കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ടതല്ലേ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും? അത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം നന്മ തിന്മകൾ പരിശോധിച്ച് നന്മ എവിടെയുണ്ടോ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇതൊരു നല്ല ആശയമാണ്. കാരണം ജനങ്ങളിലേക്ക് മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം ഇറങ്ങിച്ചെല്ലുക, അവരുമായി ആശയവിനിമയം നടത്തുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു പുതുമയാണ്. തീർച്ചയായും. താങ്ക് യു. ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞത് ഇതൊരു നല്ല ആശയമാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മന്ത്രിസഭ ജനങ്ങളെ കേൾക്കുക, നല്ലൊരു ആശയമാണ് എന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് ഈ പ്രഭാത യുഗത്തിൽ എത്തിയത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവമായി കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്.